യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച 45 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഔദ്യോഗികമായി തള്ളി ഇറാൻ. കേവലം താൽക്കാലികമായ ഒരു വെടിനിർത്തലല്ല, മറിച്ച് യുദ്ധത്തിന് ശാശ്വതവും ഉറപ്പുള്ളതുമായ പരിഹാരമാണ് വേണ്ടതെന്ന് ഇറാൻ വ്യക്തമാക്കി. വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളിയതിന് പിന്നാലെ കടുത്ത ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നു. ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ട്രംപ്. അതേസമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ഒരു സമവായത്തിലേക്കും ഇരു രാജ്യങ്ങളും കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ അതിനിടയിൽ സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ഇറാൻ പുകഴ്ത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഹോർമുസ് പാത സുരക്ഷിതമായി തന്നെ ഇന്ത്യക്ക് നൽകും എന്നുള്ള നിലപാടും ഇറാൻ എടുത്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം നൽകുന്നത് തന്നെയാണ്. ഇന്ത്യയുടെ ഒരു കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. ആവണി ചന്ദ്രയുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ആവണി, ഒരു തരത്തിലുള്ള സമവായത്തിലേക്കും ഇരു രാജ്യങ്ങളും പോകുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എങ്ങനെ? പോലെ തന്നെ ഈ പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വം അത് ഈ ഒരു സമാധാനം ഇനിയും അകലെയാണ് എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഈ യുദ്ധം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുമുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ താൽക്കാലികമായി 45 ദിവസത്തേക്ക് വെടിനിർത്താനുള്ള യുഎസിന്റെ നിർദ്ദേശങ്ങൾ അത് തള്ളിയതാണ്. ഈ തള്ളിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ട്രംപിന്റെ ഭീഷണിയൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ തങ്ങളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നവർ ഈ ഇതിലൊരു താൽക്കാലിക ആശ്വാസം അല്ലെങ്കിൽ ഒരു താൽക്കാലിക പരിഹാരമല്ല വേണ്ടത്, ഇതിന് ശാശ്വതവും പൂർണ്ണവുമായ ഒരു പരിഹാരമാണ് ഇതിന് വേണ്ടതെന്നും അതിനാൽ തന്നെ ഈ തങ്ങളുടെ താല്പര്യങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ടാകണം യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കേണ്ടത് എന്ന നിലപാട് ഇറാൻ ആവർത്തിക്കുകയാണ്. യുദ്ധത്തിൽ തകർന്നവ പുനർനിർമ്മിക്കണമെന്നും മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്കായി ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്നും ഉപരോധങ്ങൾ നീക്കണമെന്നുമൊക്കെയുള്ള ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഹോർമുസ് തുറക്കാൻ 10 ദിവസം അനുവദിച്ചുള്ള ട്രംപിന്റെ അന്ത്യശാസനം ഇന്ന് അവസാനിക്കുകയാണ്. അതിന് പിന്നാലെ ചൊവ്വാഴ്ച രാത്രിയോടെ തന്നെ യുദ്ധം ആരംഭിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. യുഎസ് നിർദ്ദേശത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതിന് പിന്നാലെ ഈ താൽക്കാലികം ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകിയില്ല എന്ന് മാത്രമല്ല, ട്രംപിന്റെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം അത് തള്ളുന്ന ഒരു സാഹചര്യം കൂടെ വന്നതോടെ എന്തായാലും ട്രംപ് കുറച്ചുകൂടെ ഈ ഒരു വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപിന്റെ ഭീഷണിയും ഇതിൽ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ ഒരു വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളിയതിന് പിന്നാലെ തന്നെ കടുത്ത മുന്നറിയിപ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് തങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്നും ചിലപ്പോൾ ആ രാത്രി നാളെ ആയേക്കാമെന്നും ഒക്കെയാണ് ട്രംപിന്റെ ഭീഷണിയായി മുഴങ്ങിയിട്ടുള്ളത്. ഇറാൻ യുദ്ധത്തെക്കുറിച്ച് ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ട്രംപ് ഈ ഭീഷണി മുഴക്കിയിട്ടുള്ളത്. ഹോർമുസ് പൂർണ്ണമായും തുറക്കണമെന്ന അന്ത്യശാസനം ഇന്ന് നീട്ടില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് നാളെ അവസാനിക്കുന്നതിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു അയവ് അതുണ്ടാകാത്ത പക്ഷം ശക്തമായ രീതിയിൽ യുദ്ധവുമായി മുന്നോട്ട് വരുമെന്നും ഇറാനെ ഇല്ലാതാക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ നിലപാട് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണെന്നും അതോടൊപ്പം തന്നെ നയതന്ത്ര പരിഹാരങ്ങൾ പരാജയപ്പെട്ടാൽ കൂടുതൽ ശക്തമായ സൈനിക നടപടിയിലേക്ക് നീങ്ങുമെന്ന സൂചനയുമാണ് ഈ ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ അന്ത്യശാസനം അത് അവസാനിക്കുന്നതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം ഉണ്ടാവുകയാണോ, കൂടുതൽ ശക്തമായ യുദ്ധം ഉണ്ടാവുകയാണോ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയും ഈ രീതിയിൽ നോക്കുമ്പോൾ ആശങ്കയിലാണ്. നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നു, അതായത് ഇറാന്റെ ആണവ മേഖലകൾക്ക് നേരെ, ഊർജ്ജ മേഖലകൾക്ക് നേരെ ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇറാനെ ബാധിക്കുന്നതിലുപരി ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളെ ആകും ബാധിക്കുക എന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയിരുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ ആകും ഇതൊരുപക്ഷെ ഏറ്റവും കൂടുതലായി ബാധിക്കാൻ പോകുന്നതെന്നും അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആകെ തകർക്കപ്പെട്ടേക്കാം എന്നുമൊക്കെയാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ യുദ്ധത്തിന് അയവില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഈ സാമ്പത്തിക സ്ഥിതി, എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി അടക്കം വഷളാകുന്ന രീതിയിലേക്ക് പോകും. ഈ ഒരു അനിശ്ചിതത്വം ഇതിങ്ങനെ നീണ്ടു നിൽക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും, ഈ ഇറാന് മാത്രമല്ല, നമുക്കറിയാം ഈ ഒരു യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ളത്. യുദ്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ വീണ്ടും കാര്യങ്ങൾ മാറി മറിയുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.